നമ്മൾ കിതാബിലുണ്ടെന്ന് കേൾക്കുമ്പോഴേക്കും നമ്മൾ ആകപ്പാടെ പകച്ചു പോകേണ്ടതില്ല. ലോകത്ത് അങ്ങനെ ഒരുപാട് കിതാബുണ്ട്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. ഈ തിരുസുന്നത്തിനും വിശുദ്ധ ഖുർആനും പൂരകമായത് മാത്രമേ ഒരു വിശ്വാസി അംഗീകരിക്കാൻ ബാധ്യതയുള്ളൂ. ലോകത്ത് ഞാൻ പറഞ്ഞതിൽ ഒരുപാട് കിതാബുണ്ട്. ലോകത്ത് 100 കണക്കിന് ഖുർആൻ ഇന്റർപ്രിട്ടേഷനുണ്ട്. ഈ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ട് 100 കണക്കിന്. ലോകത്ത് 1000 കണക്കിന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. 1000 കണക്കിന്. എനിക്ക് തോന്നുന്നത് മുസ്ലിം ലോകത്ത് രചിക്കപ്പെട്ട ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാണ്, ഫിഖ്ഹി ഗ്രന്ഥങ്ങളാണ്. അങ്ങനെ ഈ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ആളുകൾ പലതും എഴുതി വച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, ഈ തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിലും ഖുർആനിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആനിനും തിരുസുന്നത്തിനും നിരക്കാത്ത പല കാര്യങ്ങളുണ്ട്. ഇതില്ലെന്ന് നിഷേധിക്കാൻ ഒരാൾക്കും പറ്റൂല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേറ്റന്റ് ഒന്നും ഏറ്റെടുക്കലും നമ്മുടെ ബാധ്യതയല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖുർആനിനും സുന്നത്തിനും പൂരകമായത് മാത്രമേ നമ്മൾക്ക് അംഗീകരിക്കാൻ കഴിയുള്ളൂ. അതിനപ്പുറത്ത് ഇവർ പലതും എഴുതി വച്ചിട്ടുണ്ട്. അതൊന്നും ഖുർആനിന് നിരക്കുന്നതോ യുക്തിക്ക് നിരക്കുന്നതോ സാമാന്യ ബോധത്തിന് നിരക്കുന്നതോ ഒന്നും ആവണമെന്നില്ല. അതിനെ ഒന്നും ന്യായീകരിച്ച് വശകേടാവേണ്ട കാര്യവും ഒരു വിശ്വാസിക്കില്ല.